ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് നടാൻ വേണ്ടിയിട്ട് വന്നതാണ്. സ്ഥലമില്ലാത്തവർക്കും എങ്ങനെയാണ് കൃഷി ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഉള്ള സ്ഥലം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഉപകാരപ്രദമാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ ഒരു കൃഷിയാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. നമുക്ക് കൃഷി ചെയ്യണ കുറേ സ്ഥലമൊന്നും വേണ്ട, ഉള്ള സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്നത്. ഞാൻ പൊന്നാങ്കണ്ണിച്ചിൻ്റെ നടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരി, നമുക്കിന്ന് കാണാലോ. അത് ആ കൃഷിക്ക് വേണ്ടത് കുപ്പികളാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ധാരാളം കുപ്പികൾ ഉണ്ടാകുമല്ലോ, സോഡ വാങ്ങുന്നത്, പെപ്സി വാങ്ങുന്ന കുപ്പിയൊക്കെ. അപ്പൊ നമ്മളങ്ങ് വലിച്ചെറിയലാണല്ലോ അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതാ ഞാന് ഫസ്റ്റില് 3 കുപ്പി കണ്ടില്ലേ, ഇത് സോഡ കുപ്പിയാണ്. ഇത് 1 ലിറ്റർ 2 ലിറ്ററിന്റെ ഉണ്ട് ഇതില്ലേ. 2 ലിറ്ററിന്റെ സോഡ കുപ്പി കുറച്ച് വലിപ്പം ഉണ്ടാവും. അതിന്റെ ഈ ഭാഗം അടിഭാഗം ഒന്നും ചെയ്യരുത്, ഇവിടെ ഒന്നും ചെയ്യണ്ട. അത് അടപ്പിട്ടതിനൊന്നും പ്രശ്നമില്ല. ഈ ഭാഗം ഒന്നും ചെയ്യരുത്. ഇതിന്റെ മേൽഭാഗം പള്ള ഭാഗം തന്നെ പറയാ. അത് ഇങ്ങനെ കത്തിയെടുത്തിട്ട് പീസാക്കി കൊണ്ടുവരുതാ. കണ്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതുപോലെ ഇങ്ങനെ നല്ല മൂർച്ചുള്ള ബ്ലേഡ് പോലത്തെ കത്തിയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. പീസാക്കി ഇനി അത് ഫുള്ളായിട്ട് പീസാക്കി എടുത്തിട്ട് കാണിച്ചു തരാം. ഇതാ 3 എണ്ണം ആ പള്ള ഭാഗം. ഇതാ ഈ ഭാഗം ഞാൻ പീസാക്കി എടുത്ത്. 1 ഇതാ ഇതിൻ്റെതും, 2 ഇതിൻ്റെതും. ഇതാ ഇത്രയും ഭാഗമാണ് പീസാക്കി എടുത്ത് കളഞ്ഞ ഭാഗം ഇത് കേട്ടോ. 3 എണ്ണം ഇതാ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഇവിടെ ഹോൾസ് ഉണ്ടാക്കണം അടിഭാഗം. പിന്നെ മേൽഭാഗം 2 സൈഡിലും ഉണ്ടാക്കണം. കെട്ടി തൂക്കണം, ഹാങ് ചെയ്യണല്ലോ. അതിനു വേണ്ടിയിട്ട് എല്ലാത്തിന്റെയും അടിഭാഗം ഞാൻ ഹോൾസ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഹോൾസ് ഉണ്ടാക്കുന്ന തന്നെ കാണിച്ചു തരാം. ഇനി മെഴുകുതിരി കത്തിച്ച് കമ്പി ചൂടാക്കുക. നല്ല ചൂടായ പെട്ടെന്ന് ഹോൾസ് ഉണ്ടാവും. ഇതാ ഹോൾസ് ഒക്കെ ഉണ്ടാക്കി 2 ഭാഗം ഇങ്ങനെ കെട്ടിയതാ. കുപ്പികൾ ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ. ഇതിന്റെ മുമ്പ് ഞാൻ ചെയ്തത് കണ്ടില്ലേ, പൊന്നാങ്കണ്ണിയെ പിടിപ്പിക്കാൻ നന്നായിട്ട് വിജയിച്ചു. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടായി. ഇന്നലെ ഞാൻ പറിച്ചത് കൊണ്ടാണ്, അന്നേരം വിളവെടുത്തത് കൊണ്ടാണ് ഇപ്പൊ അതിനില്ലാത്തത്. ഇപ്പൊ വേറെ ഉണ്ട്, നന്നായിട്ട് ഉണ്ടാക്കാം. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ തട്ടായിട്ട് ഇനി ഒരു തട്ടുകൂടി താഴെ പിടിപ്പിക്കാം. ഇങ്ങനെ ഞാൻ ഹോൾസ് ചെയ്യുന്നതും ഇങ്ങനെ പീസാക്കുന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നല്ലോ. അപ്പൊ ഞാൻ ഇതിൽ മണ്ണ് നിറക്കട്ടെ കേട്ടോ. ഇതാ മണ്ണ് നല്ല വളക്കൂറുള്ള നമ്മളെ കപ്പ നട്ട മണ്ണ് തന്നെയാണ് ഇത്. കപ്പ മേലുണ്ടായുള്ളൂ, അടിയിൽ ആ കരിയിലൊക്കെ മണ്ണായതായത്. അപ്പൊ ഞാൻ പിന്നെ ഇതിന് പ്രത്യേക വളമൊന്നും കൊടുക്കുന്നില്ല, വെറും കരിയില മണ്ണായതായത്. അതിലേക്ക് നിറയ്ക്കുക. താമസം ഇതൊരു മണ്ണല്ലേ. ഞാനിത് ഫുള്ള മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ നമുക്ക് സ്ഥലമില്ലാത്തവർക്കൊക്കെ എത്ര ഉപകാരമായിരിക്കും അറിയോ. ഇവിടെയാണെങ്കിൽ ഉള്ള സ്ഥലം കൊണ്ട് നമുക്ക് കുറേ പൊന്നാങ്കണ്ണി നട്ടുപിടിപ്പിക്കാം. വെയിലും ഉണ്ടാവും, സ്ഥലം മുടക്കില്ല. എന്തിനും നമ്മൾ മനസ്സ് വെക്കണം കേട്ടോ. കുറേ സ്ഥലം ഉണ്ടായിട്ട് ഏക്കറ കണക്കിന് സ്ഥലം ഉണ്ടായിട്ടൊന്നും കാര്യമല്ല. കൃഷി ഉണ്ടാക്കാനുള്ള ഒരു മനസ്സ് വേണം. എന്നാൽ മാത്രമേ എന്നും വിജയിക്കുള്ളൂ. നമുക്ക് താല്പര്യം വേണം. ഒന്നില് നിറച്ചു. ഞാൻ എന്ത് ഫുള്ളില് നിറച്ചിട്ടേ കാണിച്ചു തരാം കേട്ടോ. നിറച്ചു കഴിഞ്ഞാൽ നല്ല ശക്തിയിലവിടെ നിൽക്കും. ഇപ്പൊ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. വെയിറ്റ് അങ്ങ് വന്നാലുണ്ടല്ലോ, ഇത് നല്ല സ്ട്രോങ്ങിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഫുള്ള് നിറച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, 1 2 3 4 5 കുപ്പി ഇതേപോലെയാക്കി മണ്ണിട്ട് നിറച്ചു. ഇതിനൊന്നും നമുക്ക് ഒരു പൈസ ചെലവില്ല കേട്ടോ. ഇത് നമുക്ക് സോഡ കൊണ്ടുവന്ന കുപ്പിയൊക്കെ ഇങ്ങനെ വേസ്റ്റിലേക്ക് തട്ടലല്ലേ, അല്ലെ ഹരിതക്കാർ വന്നിട്ട് കൊണ്ടുപോക്കാം. നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ടാക്കാലോ. ഇതിപ്പോ ഞാൻ പൊന്നാങ്കണ്ണി നടുന്നത് കൊണ്ടാണ് ഇത്രയും അടുപ്പിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അതങ്ങനെ പൊങ്ങൂര.
അത് ഇത്ര വരെ പൊങ്ങുള്ളൂ. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ളത് ഉണ്ടാക്കിയതാ. ഇവിടത്തൊക്കെ ഇന്നലെ വിളവെടുപ്പ് നിങ്ങളെ കാണിച്ചു തന്നതാ. പിന്നെ മണ്ണിന്റെ കളറ് കണ്ടോ, അത് കരിയില പൊടിഞ്ഞതായി. കരിയില കുത്തി നിറച്ചിട്ടായിരുന്നു ഞാൻ കപ്പ നട്ടത്. അപ്പൊ കപ്പ മേലെ മാത്രമേ എടുത്തുള്ളൂ, അടിഭാഗം ഒന്നും കപ്പ പോയിട്ട് തന്നെ ഇല്ല. അപ്പൊ ആ മണ്ണ് പൊടിഞ്ഞതായി. എന്ത് കറുപ്പ് നോക്ക്, അതാപ്പൊ ഞാൻ നിറച്ചത് ഇത്. അപ്പൊ ഞാൻ ഇതില് പൊന്നാങ്കണ്ണി നടാൻ പോട്ടെ. എടോ ഞാൻ എടുത്തച്ചിനല്ലോ പൊന്നാങ്കണ്ണി നിറച്ചത്. ഇതാ ഞാൻ കറി വെക്കാൻ വേണ്ടി പറിച്ചതായിരുന്നു, വിളവെടുത്തായിരുന്നു. അപ്പൊ ഇതിങ്ങനെ പീസ് നമുക്ക് എടുത്ത് കറിയും വെക്കാം. അപ്പൊ അല്ല ഇളകിയ മണ്ണ ഇങ്ങനെ അങ്ങ് നട്ടു കൊടുത്താല് നമ്മൾ നോക്കി നിൽക്കാൻ മതി. പിന്നെ പൊന്നാങ്കണ്ണിന്റെ പ്രത്യേകത നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ പേര് പോലെ തന്നെ കണ്ണിന് പൊന്ന, നല്ല രക്തോട്ടം ഉണ്ടാവും, ആരോഗ്യം കിട്ടും. ഇതിന്റെ പരസ്യം തന്നെ എന്താന്ന് പറഞ്ഞാല് ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ പകൽ പോലും നക്ഷത്രത്തെ കാണാൻ അത്രക്കും കണ്ണിന് കാഴ്ചശക്തി കിട്ടുന്ന ഇത്. അപ്പൊ ഞാനിത് വിളവെടുത്ത് നിറച്ചങ്ങ് നടട്ടെ എന്ന് വിചാരിച്ചു. അടുത്തടുത്ത് നടാം. മറ്റ് ചെടികളെ പോലെ ഇങ്ങനെ വലുതാവുക ഒന്നും ചെയ്യില്ലല്ലോ. ഇതിന് ഹൈറ്റ് കുറവാ. ദിവസം നനച്ചു കൊടുത്താൽ മതി. ഇത് വെയിലത്താണ് ഉണ്ടാകുന്നതിൽ കളറ് വേറെയാവുന്നത്, തണലത്താണെങ്കിൽ കളറ് വേറെയാ. അങ്ങനെ അതിന്റെ പ്രത്യേകത. ചുവപ്പ് പച്ച കളറ് വരുന്നത് ആ വെയിൽ തട്ടുന്നതിനനുസരിച്ചായിരിക്കും. ഇത് എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നത്, നാട്ടും തന്നതായിരുന്നു. ഇതിപ്പോ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇത് ഓൺലൈനിലൊക്കെ ഇപ്പൊ എല്ലാരും വരുത്തുന്നത്. പണ്ടൊക്കെ ഇത് കാട്ടിലൊക്കെ ഇരുന്നു, വയലില് വരണ്ടില്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഞമ്മള് ഓമനിച്ച് വളർത്തുക. നിറയെ ഇന്നിങ്ങനെ കുഴഞ്ഞു നിൽക്കുന്നത് കണ്ട ഒന്നും തോന്നണ്ട കേട്ടോ. അത് നാളേക്ക് ഞാൻ കാണിച്ചു തരാം. ആളായി വരുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുക, വളക്കൂറുള്ള മണ്ണാവുക, ഇടക്ക് നനച്ചു കൊടുക്കുക. വിശേഷമായി നോക്കി നിൽക്കുക. നല്ല ഔഷധ ഗുണമുള്ള അങ്ങനെ ഒക്കെ തന്നെ ആയാലും നല്ല ടേസ്റ്റിയാണ് ഈ തോരൻ ഉണ്ടാക്കിയത്. പൊന്നാങ്കണ്ണിന്റെ തോരനാണ് നിങ്ങൾ ചോറിന് ഉണ്ടാക്കുന്ന വെച്ചാൽ അന്ന് അരി കൂടുതലിടണം, മക്കൾക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ കടയിലൊന്ന് പോയി വാങ്ങണ്ട വിഷരഹിത പച്ചക്കറി, മരുന്നെടുക്കാത്ത പച്ചക്കറി നമ്മൾ തിന്നാലോ. എന്റെ ആവശ്യത്തിന് ഇത് ഉണ്ട് ഇവിടെ. പക്ഷെ എന്നാലും എനിക്ക് ഇതിന്റെ കൗതുകം മാറില്ല. ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഞാൻ ഉണ്ടാക്കും. ഒരു ഭാഗത്ത് വിതരണം ചെയ്യും. വിതരണം ചെയ്യുന്നതും ഉണ്ടാക്കലുമാണ് എൻ്റെ മെയിൻ ഹോബി. അപ്പൊ നമുക്ക് വിഷരഹിത പച്ചക്കറി നമ്മക്കും തിന്നാം, നമുക്ക് കൊടുക്കുന്നവർക്കും തിന്നാം. മക്കൾക്കൊക്കെ ഇത് എത്ര നല്ലതാണെന്നറിയാം. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയുണ്ടില്ലേ. ഇന്നിങ്ങനെ കുഴഞ്ഞു നിൽക്കുന്നു. അന്നത്തേക്കൊന്നും നോക്കണ്ട, നാളെ ഞാൻ കാണിച്ചിരുന്നു. ഇതിന്റെ പ്രത്യേകത കണ്ടത് കൊണ്ടാണ് ഞാനിപ്പോ ഇത് നിൽക്കാതെ ഇതിന്റെ പുറകെ കൂടി നടുന്നത്. ഇങ്ങനെ ഓൺലൈനിൽ വരുത്താന്നൊക്കെ കേട്ടപ്പോ നമ്മളെ കയ്യിലുള്ളത് നമ്മൾ കളയണ്ടല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ കൃഷി ചെയ്ത് നിങ്ങൾ കണ്ടാല് ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന്. എത്രയോ ആൾക്കാർ എന്നോട് പറഞ്ഞു ഞാൻ കൃഷി ചെയ്യുന്നത് കണ്ടിട്ട് അവർക്കും താല്പര്യം വന്ന് കൃഷി ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. അതിന് ഭയങ്കര എത്രയോ ആൾക്കിന്റെ ഇന്നലെ ഒരു മെസ്സേജ് വന്നു, എന്റെ റോൾ മോഡലാക്കി. എന്റെ അമ്മോ, ഈ പ്രായത്തിൽ എന്നെയാണ് ഞാൻ ചെയ്യുന്നതൊക്കെ അതുപോലെ ചെയ്യാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മക്കളാട്ടോ.
എത്രയോ പേര്. പിന്നെ ഒരാൾ മെസ്സേജ് വിട്ട് ഞാനിപ്പം കരിയില കളയുന്നേ ഇല്ല, എല്ലാം അടിച്ചു കൂട്ടി ചാക്കിൽ വാരി വെക്കുകയാണ് ഉള്ളത്. കരിയില നമ്മളെ മുറ്റത്തുനിന്നും റോഡ് സൈഡിൽ നിന്നൊക്കെ പോയാൽ തന്നെ ഒരു വൃത്തിയല്ലേ. പിന്നെ നമുക്ക് കൃഷി എടുക്കാലോ. നാറ് നടുപോലെ നടുക കേട്ടോ, അതാണ് തീർന്നോട്ടെ വിചാരിക്കാം. ഇപ്പൊ കണ്ടില്ലേ പൊന്നാങ്കണ്ണി ചീര കൃഷി ചെയ്തത്. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് കമന്റ് ഇട്ടണേ, ആരൊക്കെ ഈ കൃഷി ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് എനിക്കൊന്ന് വീഡിയോ കൂട്ടി കാണിച്ചു തരണം കേട്ടോ. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം ഇത് കണ്ടപ്പോൾ. ഞാൻ ആദ്യം ഹാങ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി എല്ലാവരും എന്നോട് ചോദിച്ചു എനിക്ക് പേരാന്താന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ നട്ടിട്ട് ഇപ്പം ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പടർന്നതുണ്ടായി കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ പിടിപ്പിക്കാന്നുള്ളത്. അപ്പം ഞാൻ ഒന്നും കൂടി വേറെ ഐറ്റംസ് കൊണ്ടുവന്നതാ. ഈ കുപ്പിയൊക്കെ ചാക്കിൽ നിറഞ്ഞു കിടക്കിയിരുന്നു. ഹരിതക്കാർ വന്ന് ഒരു കൊണ്ടുപോകും മാസത്തിൽ ഒരിക്കലും. അപ്പം ഞമ്മക്ക് തന്നെ ഉപകാരപ്പെടുത്താനോ ഉപയോഗപ്പെടുത്താനോ. അപ്പോൾ എൻ്റെ വീഡിയോ പൊന്നാങ്കണ്ണി വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.